ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ അല്ലേ. പെട്ടെന്നൊരു ദിവസം പ്രൊഡക്റ്റീവ് ആവാൻ തീരുമാനിച്ച് ഒരുപാട് പുതിയ ശീലങ്ങൾ ലിസ്റ്റ് ചെയ്ത് അത് ചെയ്യാൻ നോക്കിയാൽ അത് എക്സോസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് ഒരു ദിവസം ചെയ്താൽ തന്നെ മടുപ്പ് തോന്നും. ആ ഒരു പ്രൊഡക്ടിവിറ്റി അന്നത്തെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അത് അന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അടുത്ത ദിവസം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റീവ് ആവാന്ന് പറയുന്നത് എന്തോ വലിയൊരു പണിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ശരിക്കും നമ്മുടെ ലൈഫിലുള്ള ചില കാര്യങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിനെ നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല അടിപൊളിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു മാപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഈ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതായത് നന്നായിട്ട് പ്ലാൻ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. ഇനി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും കൂടി ഇതൊരു ശീലമാക്കി മാറ്റുക. എല്ലാ ദിവസവും അന്നന്ന് ചെയ്യേണ്ട ജോലികൾ ലിസ്റ്റ് ചെയ്യുന്നത് ഒരു ശീലമാക്കി മാറ്റുക. ഇത് ഡെയിലി രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തുക. ഈ ജോലികളൊക്കെ ഞാൻ ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നൊരു സമാധാനം എന്നാലോചിക്കുക. എന്ത് ജോലിയും നമ്മൾ എത്ര കാലം നീട്ടിവെച്ചതാണെങ്കിലും നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടാറില്ലേ. നമ്മൾ ഒരുപാട് കാലം ടെൻഷൻ അടിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഓർത്തുകൊണ്ട് ചില ജോലികൾ നമ്മൾ നീക്കി വെക്കും. പക്ഷേ അവസാനം അത് ഡേറ്റിൻ്റെ ആ ദിവസം നമ്മൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമാധാനം കിട്ടാറുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മടിയുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹെൽത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിയ ലിസ്റ്റ് എഴുതി വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു 3 കാര്യം ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു 3 കാര്യം മാറ്റി എഴുതുക. ആ 3 കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ജോലികൾ ചെയ്ത് തീർക്കുക. നിങ്ങൾക്ക് ചെയ്താൽ സംതൃപ്തി തരുന്ന 3 കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അന്നത്തെ ദിവസത്തെ പ്രയോറിറ്റി നിങ്ങൾ മാറ്റി എഴുതുക. എന്തിലും മൈൻഡ് സെറ്റ് പ്രധാനമാണ് എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന രീതിക്കനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ജോലികൾ ഫിനിഷാക്കാൻ പറ്റുക. എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ആകെ ഒരു ടയർഡായ പോലെയാണ് നിങ്ങൾക്ക് തോന്നുക. അതിന് പകരം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ടാണ് നിങ്ങൾ ഓർക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആവും. 2, ഫോൺ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സൈലൻ്റ് ആക്കി വെക്കുക. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഡു നോട്ട് ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ആരും പരാതിപ്പെടാത്തതാണെങ്കിൽ എന്നും ഉപയോഗിക്കുന്ന അത്യാവശ്യ സാധനത്തിൻ്റെ ഇടയിൽ മിക്സാക്കാതെ മാറ്റി വെക്കുക. 4, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്തു തീർക്കുക. അതായത് ഉച്ചയ്ക്ക് മുമ്പായിട്ടൊരു 12 മണിക്ക് മുൻപായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ എനർജി ആവശ്യമുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്തു തീർക്കുക. 5, ഒരു സമയത്ത് ഒരു ടാസ്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കിച്ചണിൽ നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ജോലികൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമല്ലേ, നമ്മൾ കിച്ചണിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ. പക്ഷേ മറ്റുള്ള ഏരിയാസിൽ, അതായത് നമ്മുടെ ഡീപ്പ് ഫോക്കസ് വേണ്ട കാര്യങ്ങളിൽ നമ്മൾ മൾട്ടി ടാസ്കിങ് കൊണ്ടുവരാതിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യരുത്. എക്സാമ്പിളായിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ബാക്ക്ഗ്രൗണ്ടിൽ TV അല്ലെങ്കിൽ റേഡിയോ ഒക്കെ വെക്കുന്നത് ഒഴിവാക്കുക. പഠിക്കുന്നതിനിടയിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, ജോലി ചെയ്യുന്നതിനിടയിൽ ഇമെയിലിന് റിപ്ലൈ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഓരോന്നിനും അതിൻ്റെതായ സമയം അത് തീരുമാനിക്കുക. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. 6, നിങ്ങൾക്ക് വിരസത ഉണ്ടാക്കുന്ന ജോലികളിലും നിങ്ങൾ മൂല്യം കണ്ടെത്തുക. നമ്മുടെ എല്ലാ ജോലിയും വളരെ രസകരമായിട്ടുള്ളതാണോ? അല്ല അല്ലേ. നമുക്ക് ഒരുപാട് ജോലികൾ വളരെ ബോറിംഗ് ആയിട്ടുള്ള ജോലികളില്ലേ, നമ്മൾ ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതാണോ? അല്ല. പല ജോലികളും ഇഷ്ടമല്ലാത്തതുണ്ട്, നമ്മൾ ഡെയിലി ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. പക്ഷേ അതിൻ്റെ ഒക്കെ മൂല്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം കിട്ടും ആ ജോലികൾ ചെയ്തു തീർക്കാൻ. ഇപ്പോൾ പഠിക്കുന്നത് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യം എങ്ങനെ കാണാം? നിങ്ങളിപ്പോൾ പഠിച്ചാൽ നാളെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും പഠിക്കുന്ന സമയത്ത് അത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കുക. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാം. ഞാൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ വേഗത്തിൽ വളരാനും പവർഫുൾ ആവാനും ഞാൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മാറി ചിന്തിക്കാം. കുട്ടികളുടെ കാര്യങ്ങൾ വളരെ ക്ഷമയോട് കൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാം, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത ഒരേ കാര്യം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കാം, ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളരാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ബോറിംഗ് ആയിട്ടുള്ള ഓഫീസ് ജോലികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഞാൻ ഇത് ചെയ്യുന്നതിലൂടെ എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യാനിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു. നല്ല തണുത്ത കാലാവസ്ഥ, ഒരു പുസ്തകമൊക്കെ വായിച്ച് അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബൊക്കെ നോക്കിയിരിക്കാനുള്ള ആ ഒരു തോന്നലാണ് എനിക്ക് വന്നത്. നല്ല അലസമായിട്ടിരിക്കാൻ പറ്റിയൊരു ചാൻസാണ്. കാരണം ചെറിയ മോൻ ഉറങ്ങുകയാണ്, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി, മൂത്ത ആളാണെങ്കിൽ ട്യൂഷന് പോയി, നല്ല ഫ്രീ ആണ്. ഇങ്ങനെ ഒരു സമയം എനിക്ക് വല്ലപ്പോഴും മാത്രമേ കിട്ടുള്ളൂ.
അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ബോറിംഗ് ടാസ്ക്കാണ്. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്താൽ എനിക്ക് സന്തോഷം കിട്ടും, കുറേ പേർക്ക് ഹെൽപ്പ് ആവും, കുറേ പേര് ഇന്ന് തന്നെ കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തും, പ്രൊഡക്റ്റീവ് ആവും. ഇങ്ങനെ ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഓരോ ടാസ്കും ഒന്ന് എഴുതി നോക്കി അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണ് കിട്ടുന്നത്, അത് നമ്മൾ ഒന്ന് എഴുതി നോക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ ഇതിൽ നിന്ന് ഗുണം കിട്ടുന്നത്, നമുക്കും അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് അല്ലേ. എന്ത് കാര്യത്തിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ റിവാർഡായിട്ട് നമുക്ക് നല്ല ഗ്രേഡ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പണം കിട്ടുന്നുണ്ട്, ഒക്കെ കിട്ടുന്നുണ്ടാവും അല്ലേ. ഈ വീഡിയോയിൽ പറഞ്ഞ പല പോയിന്റ്സും നിങ്ങൾ ഇതിന് മുൻപും കേട്ടതാവാം. ഞാൻ തന്നെ ഒരുപാട് തവണ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ അറിവും ഉണ്ടായിട്ടും നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കാൻ നോക്കുക. ഈ വീഡിയോയിലെ ഏത് പോയിന്റാണ് ഇന്ന് നിങ്ങൾ ലൈഫിലേക്ക് എടുക്കാൻ പോകുന്നത് അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു പോയിന്റെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ചാനലിനെ വളരാൻ സഹായിക്കുന്നത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.